ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ അയക്കുന്ന എംപിമാരുടെ പ്രതിനിധി സംഘത്തിന്റെ മുഴുവൻ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് 7 ഗ്രൂപ്പുകളിലായുള്ള 59 അംഗ സംഘത്തിന്റെ പേര് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രതിനിധി സംഘത്തിലെ ഒരു ഗ്രൂപ്പിനെ നയിക്കുന്നത് ശശി തരൂരാണ്. രവിശങ്കർ പ്രസാദ്, സഞ്ജയ് കുമാർ, ബൈജയന്ത് പാണ്ഡ, കനിമൊഴി, സുപ്രിയ സുലെ, ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ എന്നിവരാണ് മറ്റ് സംഘങ്ങളെ നയിക്കുന്നത്. ശശി തരൂരിന്റെ സംഘത്തിൽ ശാംഭവി, സർഫ്രാസ് അഹമ്മദ്, ഹരീഷ് ബാലയോഗി, ശശാങ്ക് മണി ത്രിപാഠി, ഭുവനേശ്വർ കലീദ, മിലിന്ദ് മുരളി ദിയോറ, തേജസ്വി സൂര്യ എന്നിവരാണുള്ളത്. അമേരിക്ക, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളാണ് ഈ സംഘം സന്ദർശിക്കുക. ശശി തരൂരിനെ കൂടാതെ ജോൺ ബ്രിട്ടാസ്, ഇ.ടി. മുഹമ്മദ് ബഷീർ, വി മുരളീധരൻ എന്നീ എംപിമാരും വിവിധ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാണ്. മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മുരളീധരൻ, സുപ്രിയ സുലെ നയിക്കുന്ന പ്രതിനിധി സംഘത്തിനോടൊപ്പം ഈജിപ്ത്, ഖത്തർ, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. പ്രതിനിധി സംഘത്തിലാണ് മുസ്ലിം ലീഗ് എംപി ഇ.ടി. മുഹമ്മദ് ബഷീർ ഉള്ളത്. UAE, ലൈബീരിയ, കോങ്കോ, സിയാറ ലിയോൺ എന്നീ രാജ്യങ്ങളാണ് ഈ പ്രതിനിധി സംഘം സന്ദർശിക്കുക. സഞ്ജയ് കുമാർ നയിക്കുന്ന പ്രതിനിധി സംഘത്തിലാണ് CPM എംപി ജോൺ ബ്രിട്ടാസ് ഉള്ളത്. ഇന്തോനേഷ്യ, മലേഷ്യ, കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് ഈ പ്രതിനിധി സംഘം സന്ദർശിക്കുന്നത്. ആഗോളതലത്തിൽ ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നുവെന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പ്രതിനിധി സംഘങ്ങളെ കേന്ദ്ര സർക്കാർ അയക്കുന്നത്. ഈ പ്രതിനിധി സംഘം പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ തെളിവുകളും നിലപാടും വിദേശ സർക്കാരുകൾക്കും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്കും മുന്നിൽ അവതരിപ്പിക്കും. ഓരോ പ്രതിനിധി സംഘത്തിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളെ കൂടാതെ പരിചയസമ്പന്നരായ നയതന്ത്രജ്ഞരും ഉൾപ്പെടുന്നുണ്ട്. 26 സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കീഴിൽ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയത്. ഈ ആക്രമണങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസദിന്റെ 10 കുടുംബാംഗങ്ങളും 4 അടുത്ത സഹായികളും കൊല്ലപ്പെട്ടു. പിന്നീട് ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചതോടെ ഇന്ത്യ പാകിസ്ഥാനിലെ റഫീഖി, മുരീദ്, നൂർഖാൻ, റഹീം യാർ ഖാൻ, സുക്കൂർ, ചുനിയാൻ എന്നിവിടങ്ങളിലെ വ്യോമ സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യം വെച്ച് തിരിച്ചടിച്ചത്. ആക്രമണങ്ങളിൽ സ്കാൻഡു, ബൊളാരി, ജേക്കബാബാദ്, സർഗോദ എന്നിവിടങ്ങളിലെ വ്യോമതാവളങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ലഷ്കർ-ഇ-തോയബ, ജെയ്ഷ്-ഇ-മുഹമ്മദ് എന്നിവയുമായി ബന്ധപ്പെട്ട 21 ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. 9 സ്ഥലങ്ങളിലായി പാകിസ്ഥാനിലെ 4 എണ്ണവും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ 5 സ്ഥലങ്ങളുമാണ് ലക്ഷ്യമിട്ടത്. ആഗോളതലത്തിൽ ഭീകരതയോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഈ നിലപാടും ഭീകരത സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കുന്നതിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 7 എംപിമാരടങ്ങിയ ഒരു സംഘം വിദേശ സന്ദർശനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏപ്രിൽ 22-ന് 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണം പോലുള്ള സമീപകാല സംഭവങ്ങൾ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ നിലപാടും അതിന്റെ തെളിവുകളും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് 7 എംപിമാരടങ്ങിയ ഉന്നതതല സംഘത്തിന്റെ വിദേശ സന്ദർശനം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ചുള്ള തന്റെ പരാമർശങ്ങളുടെ പേരിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെതിരെ പാർട്ടിയിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ സീറോ ടോളറൻസ് എന്ന സന്ദേശം ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നതായി പ്രധാന രാജ്യങ്ങൾ സന്ദർശിക്കുന്ന 7 പ്രതിനിധികളിൽ ഒരാളെ അദ്ദേഹം നയിക്കും. നിലവിൽ വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന തരൂർ ഐക്യരാഷ്ട്രസഭയിൽ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ മുൻ അണ്ടർ സെക്രട്ടറി ജനറലാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകളുടെ ഭാഗമായി അമേരിക്കയിലേക്ക് പോകുന്ന ഉന്നതതല സംഘത്തിൽ കോൺഗ്രസ് എംപിയും ഉൾപ്പെടുന്നുണ്ട്. വിദേശനയ കാര്യങ്ങളിൽ വാദിക്കുന്നതിലൂടെ അറിയപ്പെടുന്ന തരൂർ പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ ഉറച്ച നയതന്ത്ര സൈനിക പ്രതികരണത്തെ ശക്തമായി പിന്തുണച്ചിട്ടുണ്ട്. ബീഹാറിലെ പട്ന സാഹിബ് ലോക്സഭാ സീറ്റുകളിൽ നിന്നുള്ള പാർലമെന്റേറിയനാണ് രവിശങ്കർ പ്രസാദ്. മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒരു പ്രതിനിധി സംഘത്തെ പ്രസാദ് നയിക്കും. JDUവിന്റെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ് സഞ്ജയ് കുമാർ. ബീഹാറിൽ നിന്നുള്ള രാജ്യസഭാ എംപിയാണ് അദ്ദേഹം. ഗതാഗതം, ടൂറിസം, സംസ്കാരം എന്നിവയ്ക്കുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമാണ് അദ്ദേഹം. ബീഹാറിലെ മുൻ മന്ത്രി കൂടിയാണ്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള ബഹുകക്ഷി എംപിമാരുടെ സംഘത്തെ സഞ്ജയ് കുമാർ നയിക്കും. BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ് ബൈജയന്ത് പാണ്ഡ. ഒഡീഷയിൽ നിന്നുള്ള 5 തവണ എംപിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എഴുത്തുകാരനും കോളമിസ്റ്റുമായ MP ഹെലികോപ്റ്റർ പൈലറ്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പശ്ചിമ യൂറോപ്പിലേക്കുള്ള ടീമിനെ പാണ്ഡ നയിക്കും. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് കനിമൊഴി കരുണാനിധി.
ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായും അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാന പങ്കാളി രാജ്യങ്ങളായ റഷ്യയും സ്പെയിനും DMK MP സന്ദർശിക്കും. മഹാരാഷ്ട്രയിലെ ബാരാമതി മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്ററിയനാണ് സുപ്രിയ സുലെ. NCP നേതാവ് ശരത് പവാറിന്റെ മകളാണ് സുലെ. അവർ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. പൊതുജന സമ്പർക്ക ശ്രമങ്ങളുടെ ഭാഗമായി ദക്ഷിണാഫ്രിക്കയിലേക്കും ഈജിപ്തിലേക്കുമുള്ള പ്രതിനിധി സംഘത്തെ സുലെ നയിക്കുമെന്ന് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ കല്യാൺ മണ്ഡപത്തിൽ നിന്നുള്ള MP-യാണ് ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ. കൂടാതെ അദ്ദേഹം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ മകനാണ്. UAE-യിലും ആഫ്രിക്കയിലും ഇന്ത്യയെ പ്രതിനിധീകരിക്കും.